തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൌൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി പുറത്തുവന്നതോടെ കൂടുതൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. സെക്രട്ടറി നീലിമ ആർ കുറുപ്പിന്റെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വ്യാപിപ്പിക്കുവാൻ ഇപ്പോൾ പോലീസ് തയ്യാറായിരിക്കുന്നത്. മാനസ മനോജ് ചേരുകയാണ് വിശദവിവരങ്ങളുമായി. മാനസ, നീലിമ ആർ കുറുപ്പിന്റെ മൊഴിയിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും പണം വാങ്ങി തിരിച്ചടയ്ക്കാത്തവരുടെ എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അന്വേഷണം ഏത് വഴിയിലായിരിക്കും പോവുക? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും സിന്ധൂരി, കഴിഞ്ഞ ദിവസമാണ് സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയിൽ ബി.ജെ.പി. നേതാക്കൾ ഇത്തരത്തിൽ പൈസ വായ്പ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ ചിലർ തിരിച്ചടച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പോലീസിന്റെ അന്വേഷണം എന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബി.ജെ.പി. കൌൺസിലർമാരും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാവും ഉൾപ്പെടെ വൻ തുക വായ്പ എടുത്ത് തിരിച്ചടവ് മുടക്കിയിട്ടുണ്ട്. ഇതിൽ ഉണ്ടായ സാമ്പത്തിക സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവുമാണ് തിരുമല വാർഡ് കൌൺസിലറായ ബി.ജെ.പി. കൌൺസിലറായ അനിൽ ആത്മഹത്യ ചെയ്തത് എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. നിലവിൽ 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ബി.ജെ.പി. നേതാക്കൾ വായ്പ എടുത്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അതായത് 2 കോടിയോളം രൂപയുടെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലും കണ്ടെത്തിയതാണ്. ഒപ്പം സഹകരണ വകുപ്പിന്റെ പരിശോധനയിലും ഇത്തരത്തിലുള്ള ചില രേഖകളൊക്കെയും തന്നെ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇതൊക്കെയും തന്നെ കേന്ദ്രീകരിച്ചുള്ള, അതായത് രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം സെക്രട്ടറിയുടെ ഈ മൊഴിയും കൂടി രേഖപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ ഇതിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയും പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. കൌൺസിലർമാരുടെയും സംസ്ഥാന സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കവും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വ്യക്തമാണ് മാനസ. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സെക്രട്ടറി നീലിമ ആർ കുറുപ്പിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവരുടെ എല്ലാ വിവരങ്ങളും നീലിമ ആർ കുറുപ്പിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുവാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാനസ മനോജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.